നമ്മുടെ ലോ കോളേജുകളിൽ ഇപ്പോൾ വക്കീലന്മാരുടെ ആവശ്യകത സാറിനെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളൊക്കെ ഒരേയായിട്ട് വരുന്നവരാണല്ലോ. അപ്പൊ ഞങ്ങളെ ലോ കോളേജുകാരെ എങ്ങനെ ഒഴിവാക്കി കളയരുത്. ഇപ്പൊ ഒക്കെ എത്ര വളർന്നാലും നമുക്ക് ആവശ്യം നഷ്ടപ്പെടാത്ത ഒരു ജോലിയാണ് വക്കീൽ എന്ന് പറയുന്നത്. അപ്പൊ വക്കീൽമാരും ഇത്രയും അറിയാം. അപ്പൊ നമ്മുടെ ലോ കോളേജിൽ ഇങ്ങനെ ഫാക്കൽറ്റിമാരുടെ ഒരു പ്രസൻസും ഇല്ല. ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച അയച്ച ഡൗട്ടിന് ഇതുവരെ റിപ്ലൈ ഇല്ല. പക്ഷെ അവരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി നോക്കിയാൽ 6 മണിക്കൂർ മുമ്പ് വരെ അപ്ഡേറ്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഫാക്കൽറ്റിമാരെ നിലനിർത്തരുത്. നമ്മുടെ ഗവൺമെന്റ് കോളേജുകളിൽ നോക്കുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് ആണ് വരുന്നതെങ്കിൽ 5 വർഷത്തിനകം കുട്ടികൾക്ക് ഇവിടുത്തെ ലോ കോളേജിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ് കോളേജുകളിൽ പഠിക്കുന്നതാണ് വർത്ത് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള കോളേജുകളാക്കി മാറ്റണം. PSC നിയമനങ്ങൾ കർശനമായി പാലിച്ച് ക്വാളിറ്റി ഉള്ള ആളുകളായിരിക്കണം. അതുപോലെ BCAയുടെ ഇപ്പൊ പുതിയൊരു പ്രശ്നം വന്നാൽ നമ്മുടെ എൻറോൾമെന്റ് വരുമ്പോഴത്തേനും 750 രൂപയാണ് നമ്മുടെ രജിസ്ട്രേഷനായിട്ട് പോകുന്നത്. പക്ഷെ സൂപ്പർ ഫൈൻ അടക്കം 1000, 10,000 ഒക്കെയാണ് ലേറ്റ് ഫീ ആയിട്ട് മേടിക്കുന്നത്. അപ്പൊ ഈ കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ, MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ യൂണിവേഴ്സിറ്റികൾ കാണിക്കുന്ന ഒരു പ്രത്യേക പരിപാടികൾ എന്ന് വെച്ചാൽ റിസൾട്ട് വരുത്താൻ ലേറ്റ് ആക്കും. അപ്പൊ എന്താണ്, നമുക്ക് അപ്ലൈ ചെയ്യുമ്പോഴേക്കും മിക്കവാറും നമ്മുടെ സ്റ്റേറ്റ് ബാർ കൗൺസിൽ പറയുന്ന ഡേറ്റ് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. അപ്പൊ മിക്കവാറും ഈ ഫൈൻ അടിച്ചിട്ടാണ്, നമുക്ക് 10,000 രൂപയുടെ ഒക്കെ ഫൈൻ അടിച്ചിട്ടാണ് എൻറോൾമെന്റ് മിസ്സാവുന്നത്.